നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ രാത്രി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അതീവ സുരക്ഷയുള്ള സ്ഥലത്ത് ഗോപുരത്തിന്റെ മുകളിൽ കൂടി ഡ്രോൺ പറത്തുന്ന ദൃശ്യങ്ങളാണ്. നിയമവിരുദ്ധമെന്നിരിക്കെ അതും രാത്രി 9:50 ഈ അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറത്തുന്ന കാഴ്ച. എന്ത് സംരക്ഷണമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉള്ളതെന്ന ചോദ്യം ചോദിക്കേണ്ടി വരും. അതീവ സുരക്ഷാ മേഖലയ്ക്ക് മുകളിലാണ് ഈ ഡ്രോൺ പറത്തൽ എന്നതാണ് ഞെട്ടലുളവാക്കുന്നത്. എന്തു സുരക്ഷിതത്വമാണുള്ളത്? സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണത്തിലുള്ള അമ്പലത്തിന് സുരക്ഷ ഇല്ലെന്ന് തന്നെയല്ലേ ഇത് വ്യക്തമാക്കുന്നത്? തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം 2011 ഒരു സുപ്രീം കോടതി കമ്മിറ്റി അതിന്റെ പരിസരത്ത് 6 നിലവറകൾ കണ്ടെത്തിയതോടെയാണ് പ്രാധാന്യം നേടിയത്. ബി നിലവറ മാത്രം തുറക്കാതെ അവശേഷിച്ചതിനാൽ മറ്റ് 5 നിലവറകളിൽ നിന്ന് കണ്ടെത്തിയ നിധിക്ക് 1 ലക്ഷം കോടിയിലധികം വില വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രം ഇപ്പോൾ അത്യാധുനിക സുരക്ഷാ സംവിധാനമുള്ളതും കേരള പോലീസിന്റെ പ്രത്യേക സംരക്ഷണത്തിലുമാണെന്നാണ് അവകാശപ്പെടുന്നത്. അത്തരമൊരു സ്ഥലത്താണ് നിരുത്തരവാദപരമായ ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കോ ആളുകളുടെ ബന്ധുക്കൾക്കോ പോലും രാത്രി 10 മണി കഴിഞ്ഞാൽ സ്വന്തം വീടുകളിലേക്ക് പോലും പ്രവേശനമില്ലാത്ത അത്രയും ഷോ ഇറക്കുന്ന കേരള പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഈ ആഭാസത്തരം അരങ്ങേറിയിരിക്കുന്നത്. മുന്നേ സ്വകാര്യ ഹെലികോപ്റ്റർ അമ്പലത്തിന് മുകളിലൂടെ പറന്നത് സുരക്ഷാ വീഴ്ചയാണെന്ന് കണ്ടെത്തിയിരുന്നതാണ്. വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ്. വെടിവെച്ചിടേണ്ടത് വെടിവെച്ചിടണമെന്ന് തന്നെ പറയണം. ചുറ്റിലും മാധ്യമങ്ങളുടെ ഓഫീസുകൾ നിരന്നിരിക്കുമ്പോഴും ഇതാരും പറയില്ല, റിപ്പോർട്ട് ചെയ്യില്ല. കേരളത്തിൽ ഹിന്ദുവിനെന്ത് സുരക്ഷ?